മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേ കാലമായി ടി വികളില്, ചാനലുകളില്, പത്രമാധ്യമങ്ങളില്, അതുപോലെയുള്ള റോഡ് യാത്രാ വേളയില് ഇടതുവശത്തും വലതുവശത്തും വെച്ചിരിക്കുന്ന ഫ്ലക്സുകളില് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിനുള്ള ധാരാളം കാര്യങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്, പരസ്യപ്പെടുത്തുന്നത് നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൻ്റെ നന്മകൾ കുറേശ്ശെയായിട്ട് തിരിച്ചു വരുമ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വരിയുണ്ട്. വളരെ വളരെ നല്ല അർത്ഥവത്തായിട്ടുള്ളൊരു സന്ദേശമാണത്. മൈ ഡിയർ ഫ്രണ്ട്സ്, യു ഹാവ് ഗോട്ട് എ റോങ് നോഷൻ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. യു തിങ്ക് ദാറ്റ് ദ ഗുഡ് ഇൻക്രീസസ് കണ്ടിന്യൂസ്ലി ആൻഡ് ഈവിൾ ഡിക്രീസസ് കണ്ടിന്യൂസ്ലി. നിങ്ങൾ വിചാരിക്കുന്നു നന്മ നിരന്തരം വളരുന്നു, തിന്മ നിരന്തരം ഇല്ലാതെയാകുന്നു എന്ന്. യു തിങ്ക് ദാറ്റ് എ ഡേ വിൽ കം ഓൺലി ഗുഡ് വിൽ റിമെയിൻ ആൻഡ് ഈവിൾ വിൽ വാനിഷ്. നിങ്ങൾ വിചാരിക്കുന്നു നന്മകൾ മാത്രം നിലനിൽക്കുന്നൊരു ദിവസം വരും, തിന്മകളില്ലാത്തൊരു ദിവസം വരുമെന്ന് നിങ്ങൾ ധരിക്കുന്നു. റോങ് മൈ ഡിയർ ഫ്രണ്ട്സ്. വെൻ ഗുഡ് ഇൻക്രീസസ് ഈവിൾ വിൽ ഓൾസോ ഇൻക്രീസ്. തെറ്റാണ് നിങ്ങൾ അങ്ങനെ ധരിക്കുകയാണെങ്കിൽ. നന്മകൾ വളരുന്നതോടൊപ്പം തിന്മകളും വളരാതിരിക്കില്ല. അപ്പം നന്മകളും തിന്മകളും ഈ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ നന്മകളും തിന്മകളും വളരുന്നു എന്നുള്ളതിൽ ആ നന്മകൾ പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. തിന്മകൾ നമ്മളെ പരിധിക്കപ്പുറം ബാധിക്കാതിരിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടത് ഉത്തരവാദിത്വമാണ്. ഇന്ന് ടി വി മാധ്യമങ്ങളിലൂടെ വരുന്ന പരസ്യങ്ങൾ ശുദ്ധ അബദ്ധജടിലമായ പരസ്യങ്ങൾ, പലമ്പിരി ശങ്കിനെ പോലെയുള്ളത്, ചില പൂജാവിധികളെ പോലെയുള്ളത്, ചില രോഗം മാറ്റുന്നതിനെ കുറിച്ചുള്ളത്, ചില മരുന്നുകളെ കുറിച്ചുള്ളത്, ചില പോഷക ഭക്ഷ്യവിഭവങ്ങളെ കുറിച്ചുള്ളത്, കൊളസ്ട്രോൾ ഇല്ലാതെയാക്കുന്നു എന്ന് പറഞ്ഞത്, DHA ഉണ്ടെന്ന് പറഞ്ഞു വരുന്നത്, അതിന് omega-3 ഫാറ്റി ആസിഡ് ഉണ്ടെന്ന് പറഞ്ഞു വരുന്നത്, കാൽസ്യം ഇഷ്ടംമാതിരി ഉണ്ടെന്ന് പറഞ്ഞു വരുന്നത്, അയേൺ ഉണ്ടെന്ന് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അഡ്വർടൈസ്മെന്റിലൂടെ മാത്രം നിലനിന്നു പോകുന്ന എത്രയോ പ്രോഡക്റ്റുകൾ കേരളീയരുടെ മനസ്സിൽ ഇഞ്ചക്ഷൻ പോലെ അകത്ത് കയറ്റിയാണ്. നിങ്ങൾക്കറിയാം, ലവണതൈലം എന്നൊരു സാധനം, ഉപ്പ് എണ്ണയിൽ അലിയില്ല എന്ന് വ്യക്തമായിട്ട് ഏത് അമ്മൂമ്മയ്ക്കും അറിയാം. സ്കൂളിൽ പോകാത്ത ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് പോലും അറിയാം ഉപ്പ് എണ്ണയിൽ അലിയില്ല. അങ്ങനെ അലിയാത്തൊരു സാധനം ലവണതൈലം എന്ന പേരിലുണ്ടാക്കി ഒരു കമ്പനിക്കാര് വിറ്റു എന്ന് മാത്രമല്ല, ആ കമ്പനിക്കാര് ഒരു വ്യക്തിയാണത് ചെയ്തത്. അതിന് ഭയങ്കര മാർക്കറ്റ് ഉണ്ടെന്നറിഞ്ഞപ്പോ കേരളത്തിലെ നൂറ്റാണ്ട് പഴക്കമുള്ള ആയുർവേദ കമ്പനികൾ പോലും, ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ പോലും ഈ തട്ടിപ്പ് പ്രോഡക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വ്യക്തി ഉണ്ടാക്കിയ പ്രോഡക്റ്റ് അഡ്വർടൈസ്മെന്റിലൂടെ മാർക്കറ്റിൽ എത്തിച്ച് വൻ ലാഭം കൊയ്യുന്നു എന്ന് കണ്ടപ്പോ നമ്മുടെ പൈതൃകത്തിലോ സഹസ്രയോഗത്തിലോ ചരകത്തിലോ സുശ്രുതത്തിലോ അഷ്ടാംഗ ഹൃദയത്തിലോ അഷ്ടാംഗ സംഗ്രഹത്തിലോ ഇല്ലാത്ത ലവണ തൈലം എന്ന സാധനം ഉണ്ടാക്കി ഗവൺമെന്റ് കമ്പനികൾ ഉൾപ്പെടെ മാർക്കറ്റിലേക്ക് ഇറങ്ങി പെട്ടെന്ന്
അത് തട്ടിപ്പാണെന്ന് അറിഞ്ഞതോടുകൂടി ആദ്യത്തെ കമ്പനിക്കാരൻ പൊട്ടിയതോടുകൂടി മറ്റുള്ളവര് അത് മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചു. അതേപോലെ ത്വക്കിന്റെ ഭംഗിക്ക് വേണ്ടി തരുന്നതിൽ പലതിലും ഹൈഡ്രജൻ പെറോക്സൈഡ് പലതുകൊണ്ട് ബ്ലീച്ച് ചെയ്യാണ് ശരീരത്തിന് പുറത്തു വരട്ടുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ എല്ലാം പരിണത ബലം എപ്പോഴാ തിരിച്ചറിയാന്ന് അറിഞ്ഞൂടാ. പല സോപ്പുകളെ കുറിച്ചും അഡ്വർടൈസ്മെന്റ് ഉണ്ട്. ഓർമ്മിക്കാം, നമ്മുടെ ശരീരത്തിൽ നമ്മൾ സോപ്പ് തേച്ച് കുളിക്കുമ്പോൾ സോപ്പ് ത്വക്കിൽ നിൽക്കുന്നത് പരമാവധി 15 സെക്കൻഡാണ്. ആ 15 സെക്കൻഡ് കൊണ്ട് തൊലി അടിമുടി വെളുത്ത് ക്ലീനായി പെർഫെക്റ്റ് ആയിട്ട് യുവത്വം ലഭിക്കുമെന്നുള്ള ധാരണയൊക്കെ വെക്കുമ്പോൾ ഓർമ്മിക്കാം, വെള്ളമുള്ള ത്വക്കിലാണ് ഈ സോപ്പിന്റെ പത നിൽക്കുന്നത്. ശരീരം അത് ഏറ്റെടുക്കുകയില്ല. അങ്ങനെ കുറെ പറ്റിക്കല്. അകത്ത് കഴിക്കുന്ന ഹെൽത്ത് ഡ്രിങ്ക്സിന്റെ കാര്യത്തില് നമ്മുടെ നാടിന്റെ പൈതൃകം അനുസരിച്ച് ശരിക്ക് വെജിറ്റേറിയൻ ഭക്ഷണത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക്സിന്റെ ആവശ്യമൊന്നും നമുക്കില്ല. അഡ്വർടൈസ്മെന്റിലൂടെ നമ്മുടെ കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ, അവന് കൂടുതൽ വളർച്ചയുണ്ടാക്കാൻ, അവന്റെ ശരീരം പുഷ്ടിപ്പെടുത്താൻ, അവന് ഉയരമുണ്ടാവാൻ, ഭാരം കൂട്ടാൻ, ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്മാർട്ടാകാൻ എന്നെല്ലാം പറഞ്ഞ് നമ്മളുടെ മക്കളെ പലതും തീറ്റിക്കുന്നതും കുടിപ്പിക്കുന്നതും ഓർമ്മിക്കുക, അതിൻ്റെ പരിണത ഫലം ഭയാനകമായിരിക്കും. നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടത് നോർമൽ ഗ്രോത്താണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ഭക്ഷണം ഓവർഡോസ് കഴിച്ച് തലച്ചോറിന്റെ കപ്പാസിറ്റി കൂടുകയോ മെമ്മറി പവർ കൂടുകയോ പൊക്കം കൂടുകയോ അല്ലെങ്കിൽ ശരീരം ചീർക്കുകയോ എല്ലാം ചെയ്താൽ നോർമൽ അല്ലാത്ത ഗ്രോത്തിനെല്ലാം അബ്നോർമൽ ഇഫക്റ്റ് ഉണ്ട് എന്ന് തിരിച്ചറിയണം. ചില കോഴികൾക്ക് 1 മാസം കൊണ്ട് ശരീരം ചീർക്കാനായിട്ട് ഹോർമോൺ കൊടുക്കുമ്പോൾ ആ കോഴിക്ക് അതിൻ്റെ ശരീരഭാരം അതിൻ്റെ കാലിൽ പോലും താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ മക്കളോടുള്ള സ്നേഹവും ബഹുമാനവും ഇഷ്ടവും അവന് നന്മ വരുത്തണമെന്ന ആഗ്രഹവും അവന്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ പാകത്തിന് വേണ്ടതും വേണ്ടാത്തതും തിന്നാൻ കൊടുക്കുന്നതിലൂടെയല്ല ഉണ്ടാക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമലായിട്ടുള്ള ചേഞ്ച് അല്ലാതെ റവല്യൂഷണറി ആൻഡ് അബ്നോർമൽ ചേഞ്ചിന്റെ കോൺസിക്വൻസ് വളരെ ഭയാനകമായിരിക്കും. വേണ്ടാത്ത കാൽസ്യം അകത്തേക്ക് തീറ്റി വേണ്ടാത്ത മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ് കൊടുത്ത് പല മൃഗങ്ങളുടെയും കുടലുകൾ ഹൈഡ്രോളൈസ് ചെയ്ത് നല്ല കുപ്പികളിലാക്കി ടോണിക്കായിട്ട് കൊടുത്ത് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ ഓർമ്മിക്കുക, ഓരോ മരുന്നും ഒരു കെമിക്കലാണ്. ഒരു ഇംഗ്ലീഷ് മരുന്ന് കെമിക്കലാണ്. ആ കെമിക്കലിന്റെ ആക്ഷനാണ് ശരീരത്തിൽ ചെയ്യുക. ടോണിക് കൊടുക്കുന്നത് പ്രോട്ടീനായിട്ടോ മറ്റോ ആണ്. നമ്മളുടെ ജീവിതത്തിൽ കുറച്ച് കുതിർത്ത മുതിരയോ ഉഴുന്നോ പരിപ്പോ പയറോ ഒരു പിടി ഒരാഴ്ചയിൽ ഒരിക്കൽ കഴിച്ചാൽ, അല്ലെങ്കിൽ കുറച്ച് കപ്പലണ്ടി കഴിച്ചാൽ, പരിപ്പ് ഉള്ള കറി കഴിച്ചാൽ, നമ്മുടെ ബീൻസോ ഏതെങ്കിലും കഴിച്ചാൽ അത് ഭക്ഷണവുമായി സ്വാഭാവികമായിട്ടും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകാംശവും ഔഷധ രൂപത്തിലുമായി ഓരോ തരത്തിലുള്ള ആയുർവേദ മരുന്നുകൾ അഡ്വർടൈസ് ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, അതിനകത്ത് താങ്ങാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രിസർവേറ്റീവ് ഉണ്ട്. പലരുടെയും പ്രോഡക്റ്റുകൾ കഴിക്കുമ്പോൾ നെഞ്ചും വയറും കത്തുന്നത് അത് KMS, പൊട്ടാസ്യം മെറ്റാസ് ബൈസൾഫൈറ്റ്, DHA, TBHQ തുടങ്ങിയ പ്രിസർവേറ്റീവാണ്. ഇതെല്ലാം ആ പ്രിസർവേറ്റീവ് ഇടുന്നത് തന്നെ ഡസൻ കണക്കിന് ദിവസങ്ങൾ, മാസക്കണക്കിന് പഴക്കമുള്ള സാധനം ചീത്തയാവാതിരിക്കാനാണ്. ആയുർവേദ മരുന്നുകൾക്കെതിരെ പ്രതികരിച്ചതല്ല. പലപ്പോഴും വേണ്ടതിനും വേണ്ടാത്തതിനും ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നവരുണ്ട്. അവര് ധരിക്കുന്നു
ഇത് ആക്റ്റീവ് ആയുർവേദയാണ് എന്ന്. ആക്റ്റീവ് ആയുർവേദ, ഇനാക്റ്റീവ് ആയുർവേദ എന്ന ആയുർവേദ ഇല്ല. ആയുർവേദം എന്നൊന്നേ ഉള്ളൂ. അല്ലാതെ ഇത് ആക്റ്റീവ് അത് ഇനാക്റ്റീവ് വാക്കുകൾ ഉപയോഗിച്ച് നമ്മളെ പറ്റിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങള്, നമ്മൾ കഴിക്കുന്ന മരുന്നുകള്, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ടോണിക്കുകള്, നമ്മൾ കഴിക്കുന്ന പല തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്, നമ്മൾ കഴിക്കുന്ന ഹെൽത്ത് ഡ്രിങ്ക്സ്, ഇതൊന്നും 99% നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല. ഒരു ഡോക്ടർ, നല്ലൊരു ഡോക്ടർ നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷനിൽ വന്ന് അദ്ദേഹം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, കുട്ടികൾക്ക് മൂക്കടപ്പുണ്ടെങ്കിൽ വേണ്ടാത്ത മരുന്നൊന്നും മൂക്കിലേക്ക് ഒഴിക്കേണ്ട, ഒരിത്തിരി ഉപ്പുവെള്ളം അത് 1, 2, 3 ഡ്രോപ്പ് പതുക്കെ മൂക്കിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, അത് തന്നെ മാറിക്കോളും. കുറച്ച് പനിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ശരീരത്തിന്റെ റെസിസ്റ്റൻസിന് അത് നിലനിൽക്കട്ടെ. വളരെ കൂടുതലാവുകയാണെങ്കിൽ മാത്രം ആ കുട്ടിയെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയാൽ മതി. ഒരു കുട്ടിക്ക് പനി വരികയാണെങ്കിൽ പുതച്ചു മൂടി കെട്ടിയിട്ട് വെക്കരുത്. ശരീരം തുറന്ന് ഓപ്പണായിട്ട് എയർ ഇത് കൊടുക്കണം. ഒരു കുട്ടിക്ക് കരയുന്നുണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ ഗ്യാസ് ആ കുട്ടിയുടെ സ്റ്റൊമക്കിൽ ഉണ്ടാവുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾ കരയുന്നത്. അത് കളയാനുള്ള വഴി അമ്മൂമ്മമാർക്കറിയാം, അത് നോക്കണം. ആവശ്യമില്ലാത്ത ഒരു ബേബി ഫുഡും കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ പൂർവികര് ഗ്രാൻഡ് മാ ചെയ്തത് മാത്രം കൊടുത്താൽ മതി. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് പൈതൃകത്തിന്റെ നന്മകൾ വളരുന്നതോടൊപ്പം ആ പൈതൃകത്തിന്റെ പേരില് നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടുന്ന പലതും പിന്നീടുള്ള വലിയ പ്രശ്നത്തിന് കാരണമാകും. എത്രയോ അഡ്വർടൈസ്മെന്റില് ശരിക്കും മീൻ കറിയും ചിക്കൻ കറിയും ബീഫ് കറിയും മട്ടൻ കറിയും എല്ലാം കാണിക്കുമ്പോൾ ഓർമ്മിക്കുക, മാതൃഭൂമി ദിനപത്രത്തില് 10 ദിവസം നീണ്ടു നിന്ന ഒരു ലേഖന പരമ്പര വന്നു. കേരളീയര് അത് വായിച്ചിരിക്കാൻ സാധ്യതയില്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മൾ നോക്കുക പോലും ചെയ്യില്ല. എങ്ങനെയെങ്കിലും ഇറച്ചി തിന്നണമെന്നുള്ളവര് ആ ഇറച്ചി തിന്നാൻ ഈ ലേഖനം തടസ്സമാകും എന്ന കാരണത്താല് അത് വായിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കേരളത്തിലേക്ക് വരുന്ന ശരിക്ക് രോഗബാധിതരായിട്ടുള്ള പശു, കാള, എരുമ, പോത്ത്, കോഴി, ആട്, ഇത് മുഴുവനും ശരിക്ക് രോഗം വിളിച്ചു വരുത്തുകയാണെന്നുള്ളത് കൂടി അറിയാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടാവണം. ധാരാളം അഡ്വർടൈസ്മെന്റ് ചിക്കൻ റോസ്റ്റോ എന്തൊക്കെയോ കാണിക്കുന്നത് കാണുമ്പോൾ മൾട്ടി കളറിലുള്ളത് അടിച്ച് ചേർത്ത് മുമ്പിൽ കാണിക്കുമ്പോൾ ആ കടകളിൽ കയറി നിങ്ങൾ കഴിക്കുമ്പോൾ 15 മിനിറ്റ് കിട്ടുന്ന രുചി, ടേസ്റ്റ്, 15 മിനിറ്റ് കൊണ്ട് കിട്ടുന്ന എന്താ പറയുക പ്ലഷർ ഓഫ് ഈറ്റിംഗ്, തിന്നുന്നതിന്റെ സുഖം, സന്തോഷമല്ല, തിന്നുന്നതിന്റെ സുഖം 15 മാസത്തേക്കുള്ള പ്രശ്നത്തിന് കാരണമാകരുത്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ നാട്ടിലെ ഭക്ഷ്യവിഭവങ്ങളുണ്ട്. സാമ്പാറ്, ഓലൻ, എലിശ്ശേരി, അവിയല്, എന്തൊക്കെ തരത്തിലുള്ള തോരൻ, എന്തൊക്കെ തരത്തിലുള്ള വെജിറ്റബിൾ ഭക്ഷണങ്ങൾ, എന്തൊക്കെ തരത്തിലുള്ള പായസങ്ങൾ, എന്തൊക്കെ തരത്തിലുള്ള പുഡിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അത് മറ്റേത് മോഡേൺ ഭക്ഷണത്തെക്കാളും രുചികരമാണ്, ആരോഗ്യപ്രദമാണ്, നമ്മുടെ ട്രോപ്പിക്കൽ കണ്ടീഷന് വളരെയധികം ചേർന്നതാണ്. നമ്മുടെ മക്കൾക്ക് തന്നെ നമ്മൾ ജീവനുള്ള പലതിൻ്റെയും ശവശരീരവും ചോരയും കൊടുത്ത് വേവിച്ചും വറുത്തും കൊടുത്ത് പരിചയിപ്പിച്ച് പിന്നെ എൻ്റെ മക്കൾക്ക് ഇതെല്ലാം ഇല്ലെങ്കിൽ പറ്റില്ല എന്ന രീതിയിൽ ന്യായീകരിക്കുമ്പോൾ ഓർമ്മിക്കുക, ഇന്ന് നിങ്ങളുടെ വീടിന്റെ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ ഒന്ന് പോയി നോക്കാം. എത്രായിരം രോഗികളാണ് ഒരു ദിവസം വരുന്നത്. ആ ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ നോക്കാം, എത്രായിരം രോഗികളാണ്. ഞാൻ പറയാറുണ്ട്, തിരുവനന്തപുരത്തെ PRS ഹോസ്പിറ്റലിന്റെ അടുത്താണ് കല്യാണ ഹോസ്പിറ്റല്, അതിന്റെ അപ്പുറത്താണ് SP ഫോർട്ട് ഹോസ്പിറ്റല്, അതിന്റെ അപ്പുറത്താണ് അനന്തപുരി ഹോസ്പിറ്റല്, അതിന്റെ തൊട്ടടുത്താണ് അരുമന ഹോസ്പിറ്റല്, അതിന്റെ അപ്പുറത്താണ് മെഡിക്കൽ കോളേജ്.
അതിൻ്റെ അടുത്താണ് കിംസ് കോളേജ്, അതിൻ്റെ അടുത്താണ് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റല്. ആ ഒരു വെറുതെ ഒരു കൈകൊണ്ട് വരച്ചാൽ ഒരാശുപത്രിയിൽ നിന്ന് അടുത്ത ആശുപത്രിയിലേക്ക് നടന്നെത്താവുന്ന ദൂരമേ ഉള്ളൂ. എന്നിട്ട് അത്രയും അടുത്തടുത്തടുത്ത ആശുപത്രികൾ ഉണ്ടായിട്ടും ഓരോ ആശുപത്രിയിലും എത്ര രോഗികൾ വീതമാണ് ക്യൂ നിൽക്കുന്നതെന്ന് നോക്കാം. എത്ര രോഗികൾ വീതമാണ്. ഇത്രയും രോഗികൾ ഓരോ ദിവസവും ഡോക്ടറുടെ അടുത്ത് വരുന്നു എങ്കിൽ എന്തോ രോഗമുണ്ടായിട്ടാണ് അവർ വരുന്നത്. ഇതുകൂടാതെ ഇൻഡിവിജ്വൽ ഡോക്ടേഴ്സ് അവരുടേതായിട്ടുള്ള കൺസൾട്ടൻസി നടത്തുന്നു, അവരുടേതായിട്ടുള്ള ക്ലിനിക്കുകൾ നടത്തുന്നു, അവരുടേതായിട്ടുള്ള ഹോം ട്രീറ്റ്മെന്റുകൾ നടത്തുന്നു. ഇങ്ങനെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ബിസിനസ്സാണ്. അതിന് കാരണം ഈ അഡ്വർടൈസ്മെന്റിലൂടെ, ചതിയിലൂടെ, വഞ്ചനയിലൂടെ നമ്മുടെ നാക്കിനെയും നമ്മുടെ ശരീരത്തെയും സുഖിപ്പിക്കാൻ വേണ്ടി, സന്തോഷിപ്പിക്കാനല്ല, സുഖിപ്പിക്കാൻ വേണ്ടി അഡ്വർടൈസ്മെന്റുകളിലൂടെ നമ്മൾ തിന്നുന്നതും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതുമായ പല തിന്മകളുമാണ് എന്ന പരസ്യത്തിന്റെ വെല്ലുവിളിയാണത്. അത് നമ്മളുടെ വീട്ടില് പ്രത്യേകിച്ച് അമ്മമാരെ ചതിക്കാനും വഞ്ചിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണെന്ന് കൂടി അറിയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരു ഡോക്ടറെ കാണുന്നത് സയന്റിഫിക് അല്ല. ഒരു ഡോക്ടറെ ഒരാൾ കാണണം എന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ രോഗിയാണ്, നെഗറ്റീവാണ് ഒരു ഡോക്ടറെ കാണുക എന്നുള്ളത്. ഡോക്ടറുടെ അടുത്തും ആശുപത്രിയുടെ അടുത്തിലേക്കും പോകേണ്ടി വന്നിട്ടില്ല, അതാണ് പോസിറ്റീവ്. ആശുപത്രിയിലേക്ക് പോകുന്നു എന്നുള്ളത് പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. എനിക്ക് ആരോഗ്യമുണ്ട്, രോഗമൊന്നുമില്ല, ഞാൻ മരുന്ന് കഴിക്കാറില്ല, ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല, ആ കമന്റാണ് പോസിറ്റീവ് എന്നുകൂടി അറിയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.